പലപ്പോഴും നിർത്തി പോവാന്നുള്ള വിചാരിച്ചു. പക്ഷെ അപ്പോഴാണ് ഫാമിലി ആയാലും ഹസ്ബൻഡ് ആയാണ് പ്രധാനമായിട്ടും മുന്നോട്ട് പോവാം, എന്തായാലും പഠിക്കുക, എന്നൊക്കെ കിട്ടും എന്നുള്ളൊരു ഇതിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തത്. ഹായ്, എൻ്റെ പേര് വിസ്മയ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ നാഷണൽ ഇൻഷുറൻസ് കോർപ്പറേഷനിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് സെലക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ MSc ഫിസിക്സ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ജോലി എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് പിന്നെ ബാങ്കിങ് സെലക്ട് ചെയ്തത്. ഫ്രണ്ടാണ് പറഞ്ഞത് ഇവിടെ അങ്ങനെ ഒരു ടീമേറ്റ്സ് അക്കാഡമി ഉണ്ട്, അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് ഫാക്കൽറ്റീസ് ഉണ്ട്, പിന്നെ ഹൈബ്രിഡ് ക്ലാസ്സസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ടീമേറ്റ്സിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറിയിൽ തന്നെ ഒരുവിധം നല്ല അച്ചീവ്മെൻറ്റ്സ് ടീമേറ്റ്സിന് ഉണ്ടായിരുന്നു, ഒരുപാട് അച്ചീവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു മുന്നോട്ട് പഠിക്കാൻ നമുക്കും അടുത്ത വർഷം അതിലൊരു അച്ചീവർ ആവാമെന്നുള്ളൊരു ആഗ്രഹത്തിൽ മുന്നോട്ട് പഠിക്കാൻ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ടീമേറ്റ്സിൽ ജോയിൻ ചെയ്യുന്നത്. 2022 ഏപ്രിൽ റെഗുലർ ബാച്ചിലാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴാണ് ഈ നാഷണൽ ഇൻഷുറൻസ് വന്നത്. അത് വളരെ കുറച്ച് ഒഴിവേ ഉണ്ടായിരുന്നു, 130 ഒഴിവേയാണ് നാഷണൽ ലെവലിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്തായാലും എല്ലാം അറ്റൻഡ് ചെയ്യാന്നുള്ളൊരു തീരുമാനമായിരുന്നു അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അത് അപ്ലൈ ചെയ്തു. അതിൻ്റെ പ്രിലിംസ് കഴിഞ്ഞ് പ്രിലിംസ് അത്യാവശ്യം നല്ല രീതിയിൽ എഴുതാൻ പറ്റിയോണ്ട് എനിക്കത് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം മെയിൻസ് വന്നു. മെയിൻസിൽ ഞാൻ നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി. കാരണം നമ്മളെയൊക്കെ ഒരുപാട് വ്യത്യസ്തമായ സാഹചര്യങ്ങൾ വന്ന ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഓരോ അച്ചീവ്മെൻറ്റ്സും നമുക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു, ഇവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെയും ഇവിടുത്തെ ക്ലാസ്സസിൻ്റെയും ഒക്കെ. അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷൻ കൊണ്ട് നമുക്കും മുന്നോട്ട് പഠിക്കാനും ഈ ഒരു ലക്ഷ്യത്തിലെത്താനും സാധിച്ചു. അതിന് ഫുൾ സപ്പോർട്ട് തന്നത് ടീമേറ്റ്സ് അക്കാഡമിയും എസ്പെഷ്യലി ഇവിടെ ഫാക്കൽറ്റീസിനെ എടുത്ത് പറയണം, അവരാണ് അതിന് വേണ്ട എല്ലാ ഇൻസ്പിറേഷനും തന്നത്. ടീച്ചേഴ്സ് ആയാലും ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് കൊണ്ടായാലും മുന്നോട്ട് പോകാമെന്നുള്ളൊരു തീരുമാനമായിരുന്നു. അപ്പോൾ അങ്ങനെ വീണ്ടും പഠിച്ചു, ഇപ്പോൾ അത് ക്രാക്ക് ചെയ്യാൻ പറ്റി.